നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. മുഗളായി ബീഫ്. അപ്പോൾ ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ 1 കിലോ ബീഫ് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ബീഫ് നന്നായി കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, ബേ ലീഫ്, പിന്നെ ഗ്രാമ്പു, കുരുമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതാക്കാം, അതല്ലെങ്കിൽ ചതച്ചെടുത്തിട്ട് അത് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് എത്ര വിസിലാണെന്ന് പറയാൻ കഴിയില്ല, കാരണം ഓരോ ബീഫും ഓരോ തരത്തിലാണല്ലോ വേവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേവിച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ ഈ കറിക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരകിയത് ഒരു തേങ്ങൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മല്ലിയില, പുതിന, പിന്നെ പച്ചമുളക്. മല്ലിയിലയും പുതിനയൊക്കെ ഒരു കൈ നിറച്ചെടുക്കണം കേട്ടോ. പച്ചമുളകും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അരച്ച് മാറ്റിയേക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ, ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല, അത് കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് 2 കഷ്ണം പട്ടയും പിന്നെ സാജീരകമാണ് ഞാനിപ്പോൾ ഇട്ടത്. അത് നമ്മൾ ബിരിയാണീൻ്റെ മസാലയിലൊക്കെ ചേർക്കില്ലേ, അതാണ് ഈ സാജീരകം. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. അപ്പോൾ അത് തന്നെ ഇടണം, അല്ലാതെ ചെറിയ ജീരകം വലിയ ജീരകം ഒന്നും ഇടരുത് കേട്ടോ. സാജീരകം തന്നെ ചേർക്കുക. അത് പൊട്ടി വരുമ്പോൾ പിന്നെ ഒരു വലിയ സവാള ചോപ്പ് ചെയ്തത് അത് ഇട്ടിട്ട് വഴറ്റുക. ഒന്ന് വാടി വരണവരെ വഴറ്റുക. അതിന് ശേഷം ഒരു 2 പച്ചമുളകും കൂടെ ചേർക്കണം കേട്ടോ. അതിൽ പച്ചമുളകും ചേർത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവണം ഈ ഉള്ളി. വല്ലാതെ കരിയണ്ട, വല്ലാതെ മൊരിയും വേണ്ട. ഒരു പാകത്തിന് വാടി വരുമ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇടാം. അതിൽ കുക്കറിലുള്ള വെള്ളമൊക്കെ അതിൽ ഒഴിക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതിൽ കിടക്കണ ആ ബേ ലീഫൊക്കെ ഒന്ന് മാറ്റിക്കളയാം. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വേവിക്കുമ്പോഴുള്ള വെള്ളം ഇതിൽ കുറച്ചേ ഉള്ളൂ. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിലും അത് മുഴുവൻ ഇതിൽ തന്നെ ഒഴിക്കുക കേട്ടോ. ഒഴിച്ചിട്ട് ആ വെള്ളം വറ്റണ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ വറ്റിക്കിട്ടും. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർക്കുന്നതിനോട് കൂടെ തന്നെ ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി ഒരു വെള്ളം പോലെ ആയിട്ടുണ്ട് ഗ്രേവി, കണ്ടില്ലേ. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. അടച്ച് വെച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അതൊക്കെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ തേങ്ങയും ആ ബീഫിനോടൊക്കെ ഒന്ന് യോജിച്ച് വന്നിട്ട് ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, 3 പൊടികളാണ് ഇതിൽ ചേർക്കേണ്ടത് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഇളക്കിയിട്ട് നമ്മൾ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അത് ഇട്ടിട്ട് പോകണ്ട, ചിലപ്പോൾ കരിഞ്ഞ് പിടിക്കും, കാരണം ഇതിൽ വെള്ളത്തിൻ്റെ അംശം കുറവാണല്ലോ. ഇനിയിപ്പോൾ ഇതെല്ലാം അതിൽ യോജിച്ച് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. നല്ല കട്ടിയുള്ള തൈര്, പുളിയില്ലാത്ത തൈരില്ലേ, മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാൻ ചേർത്തത്. അതൊരു 1/2 കപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. ഒരു നാരങ്ങൻ്റെ പകുതി നീരെടുത്തിട്ട് അതും ഇതിൻ്റെ ഒപ്പം തന്നെ ഒഴിച്ചിളക്കുക കേട്ടോ. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ചേർക്കണം. ഫ്രഷ് ക്രീം ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർത്തത്. ഇന്ന് വീട്ടിലുള്ളതാണെങ്കിൽ അത് ചേർത്താലും മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. പോരെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇനി പിന്നെ നമുക്കിതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇതിപ്പോൾ തീരെ വെള്ളമില്ലല്ലോ, നല്ലോണം കട്ടി ചെയ്യില്ലേ. ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചാൽ മതി. കണ്ടില്ലേ, ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കണം. കസൂരി മേത്തി ഒരു സ്പൂണൊക്കെ മതിയാവും. കൈ കൊണ്ടൊന്നിങ്ങനെ ഉടച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അതായത് ഈ ഒരു തിക്നെസ് മതിയെങ്കിൽ ഫ്ലെയിം ഓഫാക്കാം. അത് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കൊക്കെ ആണ് ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള കറി വേണമല്ലോ. അപ്പോൾ ഈ സമയത്ത് ഓഫാക്കാം. അപ്പോൾ ഞാൻ നെയ്ച്ചോറിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ തിക്കാക്കുന്നുണ്ട്. കുറച്ച് സമയം കൂടെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിൽ എണ്ണ തെളിഞ്ഞ് വരും. ആ ഒരു സമയം വരെ തിളപ്പിച്ചിട്ട് കുറച്ച് മല്ലിയിലയും തൂക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മുഗളായി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റിച്ച് തിക്ക് ക്രീമാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.